കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ക്രിസ്തുവിൽ ധന്യരായ എല്ലാ സ്നേഹമുള്ള വിശ്വാസികളെ, എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയും നിങ്ങളുടെ ക്ഷേമത്തിനും അനുഗ്രഹത്തിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും എല്ലാ പ്രവർത്തന മേഖലകളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കൃപയാൽ സഹായിക്കുന്നു. അവിടുന്ന് നിങ്ങൾ നൽകിത്തരുന്ന പ്രാർത്ഥനാ സഹായങ്ങൾക്കും എല്ലാ സപ്പോർട്ടുകൾക്കും ഹൃദയം നിറഞ്ഞ വന്ദനം അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസക്കാലം ബുധനും വ്യാഴവും പാലക്കാടിന്റെ പ്രദേശങ്ങളിൽ കടന്നുപോയി സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താൻ കൃപയാൽ ദൈവം സഹായിച്ചു. അനേക ഭവനങ്ങൾ കയറുവാനും ട്രാക്റ്റുകൾ, ബൈബിളുകൾ, പരസ്യ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ ദൈവം സാവകാശമൊരുക്കി. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രാർത്ഥന സപ്പോർട്ടുകൾക്കും ഞങ്ങൾ എന്നും നന്ദിയുള്ളവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരുടേതായിരിക്കുന്ന പ്രാർത്ഥനകൾ, എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടെ ചോദിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ ചിന്തകളിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ആരംഭിച്ചതായ ദൈവിക ശുശ്രൂഷ ഗിദെയോൻ മുന്തിരിച്ചക്കനടുക്കൽ ഇരുന്നു കൊണ്ട് ഗോതമ്പ് മെതിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഈ ബലത്തോടെ പോക, ഇസ്രായേലിനെ നീ രക്ഷിക്കേണ്ടതാകുന്നു. ഒരു ശുശ്രൂഷകൻ ആവശ്യമായ ഗുണങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കപ്പെടേണ്ടതായിരിക്കുന്ന ആത്മീയമായ ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ സവിസ്തരമായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വന്നതായിരിക്കുന്ന വിഷയം ദൈവദാസനായിരിക്കുന്ന യോനയെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ വഴിവിട്ടതായിരിക്കുന്ന യാത്ര അത് തനിക്ക് ഭീതി ഉളവാക്കി, നിരാശ ഉളവാക്കി. എന്നാൽ ദൈവം തന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി തന്നിലൂടെ ആ രാജ്യത്തും സമൂഹത്തിനും ജനത്തിനും പ്രയോജനകരമായിരിക്കുന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതികൾ ഇങ്ങനെയാണ്. എവിടെ ചെല്ലണം, എവിടെ താമസിക്കണം, എവിടെ ശുശ്രൂഷിക്കണം, എവിടെ ജോലി ചെയ്യണം, എവിടെ ബിസിനസ് ചെയ്യണം, എവിടെ പ്രവർത്തിക്കണം, നമ്മളിലൂടെ ആ സമൂഹത്തിന് ലഭിക്കപ്പെടേണ്ടതായിരിക്കുന്ന ചില ഗുണങ്ങൾ, അവിടെയുള്ളതായിരിക്കുന്ന ജനങ്ങൾക്ക് ലഭിക്കപ്പെടുവാനുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് നമ്മളിലൂടെയാകുന്നു എങ്കിൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ദൈവം അതിനായിട്ടാണോ നിയോഗിച്ചത്, അതിനായിട്ടാണോ നമ്മെ എവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് എന്ന് സവിസ്തരമായി ചിന്തിച്ചുകൊണ്ട് നാം ആ ലക്ഷ്യപ്രാപ്തിയിലേക്കും ലക്ഷ്യബോധത്തിലേക്കും കടന്നു പോകുന്നു എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആത്മാവിന്റെ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദർശനം എന്താണ്, കാഴ്ചപ്പാടുകൾ എന്താണ്? ആ കാഴ്ചപ്പാടുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയവയും അനുഗ്രഹവുമാണ്. നമുക്കറിയാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ. ആടുകളെ മേയിച്ചുകൊണ്ട് അപ്പന്റെ ആടുകളെ ഒന്നും കുറഞ്ഞു പോകാതെ താൻ മലയിൽ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവത്തിന്റെ ദൂതൻ തന്നോട് പറഞ്ഞത്, ഇതിലൂടെ ഒരു സമൂഹത്തിന്റെ വിടുതൽ ആവശ്യമാണ്. കരയുന്ന അമ്മമാരെ കണ്ടു, കരയുന്ന പിതാക്കന്മാരെ കണ്ടു, കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടു, കരഞ്ഞു വലയുന്ന സഹോദരന്മാരെ കണ്ടു. അവരൊക്കെയും ജീവിതത്തിൽ ഊഴിയ വിചാരകന്മാർ നിമിത്തം വളരെ കാഠിന്യത്തോടുകൂടെ കടന്നു പോകുന്നവരാണ്.
അവിടെ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ദൈനംദിനം കരയുന്നതും നിരന്തരം അപേക്ഷിക്കുന്നതും എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ അവിടേക്ക് അയക്കാൻ പോവുകയാണ്. അപ്പോൾ മോശ പറഞ്ഞത്, എനിക്കതിനുള്ള കഴിവുകളില്ല, പ്രാപ്തിയില്ല, യോഗ്യതയില്ല, അതിൻ്റെതായിരിക്കുന്ന യാതൊരു പരിശീലനവും എനിക്കില്ല. ഇന്ന് എവിടെ നോക്കിയാലും പരിശീലന കേന്ദ്രങ്ങളാണ്. ഏത് മേഖലയിലും ഏത് ജോലിക്കും എവിടെ പോകണമെങ്കിലും എന്ത് പ്രവർത്തിക്കണമെങ്കിലും അവിടെയൊക്കെയും പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പരിശീലിപ്പിക്കുന്ന ആളുകളുണ്ട്, പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരുടേതായിരിക്കുന്ന പഠനങ്ങൾ വിദ്യാർത്ഥികൾക്ക്, അവർ ചെയ്യുന്ന തൊഴിൽ മേഖലകൾക്ക്, അവർ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കിണങ്ങി പോകേണ്ടതിന് വേണ്ടി വേണ്ടതായിരിക്കുന്ന എല്ലാ പഠനങ്ങളും നടത്തിക്കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ മോശ പറഞ്ഞു, എനിക്ക് കഴിവില്ല, എന്നേക്കാൾ കഴിവുള്ളവരുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, അവരെ വിളിച്ചുകൂടെ? അവർക്ക് കാത് കേൾക്കുന്നവരാണ്, സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അവരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത്, അവരെയൊന്നുമല്ല, ഈ ജനത്തെ വിടിവിക്കുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. ആ ജനത്തെ വിടിവിക്കുവാൻ ഞാൻ നിന്നിലൂടെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നീ പോയേ മതിയാകുകയുള്ളൂ. ഉള്ളിലെ ഭയാശങ്കകളും വേദനകളുമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, കഴിവില്ലല്ലോ എന്ന്. എന്ത് ശക്തിയാണ് എനിക്കുള്ളത്, എന്ത് കഴിവാണ് എനിക്കുള്ളത്? പലപ്പോഴും ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിക്കൊണ്ട് പിന്മാറുന്നവരാണ് മനുഷ്യൻ. ഞാനടക്കം ഭയമുണ്ടാകുമ്പോൾ അവിടെ എങ്ങനെ ചെല്ലും, എന്ത് പ്രവർത്തിക്കും, എങ്ങനെയായിത്തീരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഭാരപ്പെടുന്നവരാണ്. എന്നാൽ മോശയും അത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ഭയമാണ്. അപ്പോൾ പറഞ്ഞത്, നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടുക. അത് ഇട്ടപ്പോൾ ഒരു സർപ്പമായി മാറി. അതിനുശേഷം പറഞ്ഞു, എന്റെ വാലെ പിടിക്കുക. പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായിട്ട് മാറി. ഈ വടി മതി നിനക്ക് മുന്നോട്ട് പോകുവാൻ. ഈ വടി മതി നിന്റെ പ്രവർത്തനങ്ങൾക്ക്. ഈ വടി മതി ശത്രുവിനെ തോൽപ്പിക്കുവാൻ. ഈ വടി മതി നിന്റേതായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ. തന്റെ ജനത്തെ, ഇസ്രായേൽ മക്കളായിരിക്കുന്ന തന്റെ മക്കളെ, അബ്രഹാമിനോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെത്തിക്കാമെന്നാണ്. ആ കനാനെ നോക്കി യാത്ര ചെയ്യുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിലെ ലക്ഷ്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനൊത്തവണ്ണം മുൻപോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകണം. ഒരു ശുശ്രൂഷകന് ലഭിക്കപ്പെട്ട അടയാളമാണ് ഈ വടി എന്ന് പറയുന്നത്. ഓരോ ദൈവദാസന്മാർക്കും ഓരോ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശുശ്രൂഷയുടെ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അടയാളങ്ങളെ കൈമുതലാക്കിക്കൊണ്ട് അതിൻ്റെ ആത്മീയമായ രക്ഷപ്രാപ്തി പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന അടയാളങ്ങൾ കൊടുക്കുമ്പോൾ പുതിയ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടയാളമായി ലഭിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും പിന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കടന്നതിന്റെ സാക്ഷികൾ ആകണം. അതായിരുന്നു അടയാളം. ആ പരിശുദ്ധാത്മാവിന്റെ അടയാളം പ്രാപിച്ചതായ ദൈവത്തിന്റെ ദാസന്മാർ, കാലുകുത്തിയ ഭവനങ്ങൾ, കണ്ടെത്തിയ വ്യക്തികൾ ഒക്കെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് കടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ദൈവവചനം സംസാരിച്ചു. അവരെ വീടൊന്നടക്കം സ്നാനപ്പെടുകയും അവരൊന്നടക്കം ആനന്ദിക്കുകയും അവരൊന്നടക്കം ദൈവത്തിൽ പ്രത്യാശയോടെ സന്തോഷിക്കുകയും ചെയ്യാനിടയായി തീർന്നു. കുടുംബജീവിതത്തിൽ ഒരു വലിയ ശുശ്രൂഷ, വലിയ പ്രവർത്തനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ഈ നാളുകളിൽ നമുക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഏതളവിലുള്ളതാണ് എന്ന് തിരിച്ചറിയുക. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ ഓരോ വ്യക്തികളെയും സഹായിക്കട്ടെ. ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. രോഗക്കിടക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. അതിനായി ദൈവം ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി
ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ദൈവവചനം കേട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് അനേക പ്രിയപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും ഒക്കെ ആയിട്ട് താമസിക്കുന്നു. അവരെല്ലാം ഓർത്തുകൊണ്ടും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരുണ്ട്. അവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവേ, അതേ ഭാരത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ട്. സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായിട്ട് താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. പഠനത്തിനായി കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. വീടില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം അതും തക്ക സമയത്ത് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലായിട്ട് വിവിധ ഭാരവും പ്രയാസവും അനുഭവിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാശ്വാസവും സൗഖ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.